ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാണിക്കാൻ പോകുന്നത് ചേമ്പിൻ്റെ വിത്ത് തോല് പൊളിച്ച് നന്നായി കഴുകിയതിന് ശേഷം കഷ്ണം കഷ്ണമാക്കി നമ്മൾ കൊള്ളിയൊക്കെ നുറുക്കണ മാതിരി ആക്കിയതിന് ശേഷം അത് വേവിക്കാനായിട്ട് കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിനിട്ട് കുറച്ച് വെള്ളം, അത് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് അതിനെ വേവിക്കാൻ അടുപ്പത്ത് വെച്ചു. ഇതിപ്പോൾ ഇതിൽ പച്ചമുളക്, ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് ഉപ്പിട്ട് പാകത്തിനാക്കിയിട്ട് നമുക്ക് നാളികേരപ്പാൽ പിഴിഞ്ഞ് നമുക്കത് ഇഷ്ടമാതിരി ആക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇത് വേവിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടാണ്ട് തന്നെ വെറുതെ ഇങ്ങനെ വേവിച്ചതിന് ശേഷം നമുക്ക് കാന്താരി മുളകും ചുവന്നുള്ളിയും പുളിയും കൂടി ഇട്ട് അരച്ചതിന് ശേഷം നമുക്ക് അതിൽ ഒപ്പി കഴിക്കാൻ പറ്റും കേട്ടോ. ഞാൻ അപ്പോൾ ഇത് അങ്ങനെയൊന്നും ചെയ്യണില്ല. ഇത് വേവിച്ചതിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം പാകത്തിന് ഒഴിച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം ഞാനൊരു സബോള 2 പച്ചമുളക് ഇട്ടിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ. ഗ്യാസമ്മ വെച്ചു. എന്നിട്ട് കുറച്ച് കടുക് ഇട്ടു. ഞാൻ പപ്പടം കഴിച്ചിട്ടുള്ള ചീനച്ചട്ടി തന്നെയാണ് കേട്ടോ ഇത് വെച്ചത്. അതുകൊണ്ടാണ് അതിൻ്റെ ആ കളറ് വന്നത്. അപ്പോൾ ഇത്തിരി കടുക് ഇട്ടു. കടുക് ഇട്ടതിന് ശേഷം സബോള പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ഇടാം കേട്ടോ. അത് പൊട്ടിയിട്ട് നമുക്ക് സബോളയും പച്ചമുളകും ഇട്ട് നന്നായി മൂത്തതിന് ശേഷം ചെയ്യും. സബോള ഇട്ടിട്ട് മൂക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് മൂത്ത് വരണമെങ്കിൽ മൂക്കണ വരെ നമ്മൾ ഇളക്കി നിൽക്കണം. അപ്പോഴേക്കും കുക്കർ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. കുക്കർ തുറന്ന് നോക്കിയപ്പോൾ അതിലത്തെ വെള്ളം മുഴുവൻ വെച്ചിട്ടുമുണ്ട്, വെന്തിട്ടുമുണ്ട് കേട്ടോ. നമ്മുടെ കൊള്ളി വേവിച്ച മാതിരിയുള്ള ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് മൂത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടു. അത് കഴിഞ്ഞ് നമുക്ക് അത് അതിലേക്ക് ചെരിയാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നാളികേരമൊക്കെ ചിരകിയിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ നാളികേരമൊന്നും ചിരകിയിട്ടില്ല. നമുക്കല്ലാണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, കൊളസ്ട്രോളും ഇതൊക്കെ വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് ഉപയോഗിച്ച് നോക്കുകയാണ്. പിന്നെ ഞാൻ നാളികേരം കൂടി ആവശ്യമില്ലാണ്ട് ഇതിൽ ചിരകിയിട്ടിട്ട് കാര്യമില്ല വെച്ചിട്ടാണ് ഞാൻ ചിരകിയിടാൻ കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചിരകിയിടാൻ വേണമെങ്കിൽ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ഓക്കെ, താങ്ക് യു.